ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ പിന്നെയും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൽ നാം ഇസ്രായേലിനെ കുറിച്ച്, അതായത് ആധുനിക ഇസ്രായേലിനെ കുറിച്ച് അല്പമായി പഠിക്കുവാനായിട്ടിടയായിത്തീർന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്നുള്ള നിലയിൽ ഇന്ന് തന്നെ തുടർമാനമായി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. 1914 മുതൽ യുദ്ധം ആരംഭിച്ചു. അത് 1918 അവസാനിക്കുവാനിടയായിത്തീർന്നു. 1918 യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇസ്രായേലിന് ബാൽഫർ ഉടമ്പടി പ്രകാരം കനാൻ ദേശത്ത് ചെന്ന് താമസിക്കുവാനുള്ളതായ അനുവാദം കിട്ടി. അതുവരെയും അവർക്ക് അവിടെ താമസിക്കുവാനോ പ്രവേശിക്കുവാനോ അനുവാദമില്ലായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ആർതർ ബാൽഫർ പ്രഭുവായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കുവാനുള്ളതായ ഒരു അവസരമുണ്ടായി. യുദ്ധത്തിൽ തോറ്റതിൻ്റെ കാരണം യഹൂദനാണെന്ന് ചിന്തിച്ച അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹം ജർമ്മനിയുടെ പ്രസിഡൻ്റായിത്തീർന്നു. ജർമ്മനിയുടെ ചാൻസലറായി സ്ഥാനമേറ്റു. അതോടുകൂടെ ഈ യഹൂദന്മാരോടുള്ള വിരോധം അദ്ദേഹത്തിന് ആളിക്കത്തുവാനിടയായിത്തീർന്നു. നാം കണ്ടു, AD 325 വരെ 225 വരെ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ക്രിസ്ത്യാനികൾ വളരെ പ്രയാസം അനുഭവിച്ചിരുന്നു. എന്നാൽ 325 ആയപ്പോഴേക്കും രാജാവ് ക്രിസ്തീയ മതം സ്വീകരിക്കുകയും ക്രിസ്ത്യാനിത്വം ഒരു രാജകീയ മതമായി തീരുകയും ചെയ്തു. അതോടുകൂടെ പാസ്റ്റർ പോപ്പായി മാറി. ഇത് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതായ കാര്യമാണ്. പോപ്പ് എന്ന് പാസ്റ്ററെ വിളിക്കണമെന്നുള്ളതായ നിബന്ധന ഉണ്ടാകുകയും ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളും ബിംബങ്ങളും ആൺദൈവങ്ങളും പെൺദൈവങ്ങളും ഒക്കെ പള്ളികളിലും വന്നു കയറുകയും ചെയ്തു. ഒന്നാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം രണ്ടാം ലോകമഹായുദ്ധം 1938 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടെ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു. അങ്ങനെ ജർമ്മനിയുടെ ചാൻസലർ ഹിറ്റ്ലറായി തീർന്നതോടുകൂടെ യഹൂദനെ എങ്ങനെയും വകവരുത്തണമെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. അതിനുവേണ്ടിയാണ് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്. ഈ ആക്രമണം എന്ന് പറഞ്ഞാൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് ചെല്ലുവാനിടയായിത്തീർന്നു. നാം കണ്ടതുപോലെ സഖ്യകക്ഷികളും നാറ്റോ ശക്തികളും ബ്രിട്ടൻ ഉൾപ്പെടുന്ന ഒരു സഖ്യകക്ഷിയും ജർമ്മനി ഉൾപ്പെടുന്ന നാറ്റോ ശക്തികളുമാണ് അന്ന് യുദ്ധം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്.
ഏകദേശ കണക്കിൽ 62 ലക്ഷം യഹൂദന്മാരെയാണ് ഹിറ്റ്ലർ നിഷ്കരണം കൊന്നൊടുക്കിയത്. അവരെ കൊന്നതായ സംഭവങ്ങൾ വിവരിച്ചാൽ അത് വിസ്തരിക്കുവാനോ പറയുവാനോ കഴിയാതെ വണ്ണം അത്രയ്ക്ക് വലുതായിരുന്നു. പ്രമുഖ സഞ്ചാരിയായ ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം എന്നുള്ള കഥയിൽ ചരിത്രത്തിൽ അതിൻ്റെതായ ബ്രീഫായ ഒരു നോട്ട് അദ്ദേഹവും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ യഹൂദനെ ക്രൂശിച്ചു കൊല്ലുവാനിടയായി. മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു. മൃഗങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുക അത് പതിവായി. ആണിനെയും പെണ്ണിനെയും എന്ന് വ്യത്യാസമില്ലാതെ മൃഗങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. യഹൂദനെ അടിമകളായിട്ട് വിൽക്കുവാനായിട്ട് അടിമക്കച്ചവടം ഉണ്ടായി. വാഹനങ്ങളിൽ കയറ്റി ആ വാഹനങ്ങൾക്ക് തീ കൊളുത്തി അതിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്ന യഹൂദനെ കണ്ടും കേട്ടും അറിഞ്ഞും രസിച്ച ഒരു ദുഷ്ടനായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ. യഹൂദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഭ്രാന്ത് പോലെ ആയിത്തീർന്നു. മെഷീൻ ഗണ്ണുകൊണ്ട് യഹൂദനെ ചുട്ട് ചാമ്പലായി എരിച്ചു. യഹൂദൻ്റെ അസ്ഥികളെ കൗതുക വസ്തുക്കളാക്കി വീടുകളിൽ സ്ഥാപിച്ച് അവർ ആഹ്ലാദിക്കുവാനിടയായിത്തീർന്നു. യഹൂദനെ ഗ്യാസ് ചേമ്പറുകളിൽ അടച്ചിട്ടിട്ട് മാരകമായ വിഷവാതകങ്ങൾ അതിലടിച്ചു കയറ്റി അവിടെ കിടന്ന് പിടഞ്ഞ് മരിക്കുന്ന യഹൂദനെ നാം കാണുന്നു. യഹൂദൻ്റെ രക്തം ഊറ്റിയെടുത്ത് അതിൻ്റെ ബാക്കി വരുന്നതായ ശരീരത്തെ മജ്ജകൾ വേർതിരിച്ച് അത് എണ്ണയാക്കി അതിൽ തിരികൊളുത്തി പ്രകാശം കണ്ട് സന്തോഷിക്കുന്ന ഒരനുഭവം ജർമ്മനിക്കാർക്ക് ഉണ്ടായി. അസ്ഥികളെ കലാരൂപങ്ങളാക്കി മാറ്റി. യഹൂദനെ സ്ട്രീറ്റ് വിളക്കുകളാക്കി അവിടെ നിർത്തി കീലും ചേർത്ത് കത്തിച്ച് അതിൻ്റെ പ്രകാശത്തിൽ സ്ട്രീറ്റ് വിളക്കുകൾ ഉണ്ടാക്കി. മൃഗങ്ങൾക്ക് ആളുകളെ എറിഞ്ഞു കൊടുക്കുന്നത് ഹിറ്റ്ലർക്ക് ഒരു ഹരമായിരുന്നു. ഇങ്ങനെ 10,000-കണക്കിന് ആളുകളെ പല രീതിയിൽ ക്രൂശിച്ചും പല രീതിയിൽ പീഡിപ്പിച്ചും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു ഘട്ടമുണ്ടായി. യഹൂദൻ അവിടെ കിടന്ന് നിലവിളിക്കുകയായിരുന്നു, ദൈവമേ, ഞങ്ങൾക്കൊരു മോചനമില്ലേ എന്ന് അവർ നിലവിളിച്ചു. ഈ നിലവിളിയുടെ കാര്യമെന്ന് പറയുമ്പോൾ AD 37 യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ യഹൂദൻ ചോദിച്ചു വാങ്ങിയതാണ്, ഇവൻ്റെ രക്തപ്പഴി
ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ. അങ്ങനെ AD 70 മുതൽ ടൈറ്റസ് കൈസറുടെ കാലം മുതൽ ഈ യഹൂദൻ പീഡനം അനുഭവിക്കുവാനിടയായിത്തീർന്നു. ഇപ്പോൾ 1938 ആയിരിക്കുന്നു. ഇപ്പോഴും പീഡ അവസാനിച്ചിട്ടില്ല. യഹൂദൻ ഒരു കൂത്തുകാഴ്ചയായി മാറി. യേശു പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ബൈബിളിൽ നാം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതുപോലെ തന്നെ, ഈ യെരുശലേം എത്ര വലുതായിരുന്നാലും ഞാൻ അതിനെ ഒരു കൂത്തുകാഴ്ചയാക്കി വയ്ക്കും. വെറും 10 ഏക്കർ ഭൂമി മാത്രം ഉള്ള ഈ ജെറുസലേമിന് അതൊരു മനോഹര സൗധമായിട്ടാണ് ലോകം മുഴുവനും വീക്ഷിച്ചിരുന്നത്, ലോകാത്ഭുതമായിട്ട്. ഇപ്പോൾ അവർ നിലവിളിക്കുകയാണ്, അനാഹട്ട് ഹോസിയ എന്ന് പറഞ്ഞാൽ കർത്താവേ ഞങ്ങൾ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർ AD 37 വിളിച്ചത് ഇവൻ്റെ രക്തപ്പഴി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്നാണ്. മക്കൾക്ക് അവർ തന്നെ ശാപം വരുത്തി കൊടുക്കുകയായി. ശാപം ഇന്ന് മുറിക്കുന്നവരുണ്ട്, പക്ഷേ സ്വയം ക്ഷണിച്ചു വരുത്തുന്ന ശാപം ഒന്നും മുറിഞ്ഞു പോകില്ല. കാരണം അവർ തന്നെ വിളിച്ച് വരുത്തിയതാണ്. ഒരിക്കൽ ശിംശോൻ ശാപം തൻ്റെ മേൽ വിളിച്ചു വരുത്തി, എൻ്റെ കണ്ണ് രണ്ടും പൊട്ടിപ്പോയിരിക്കുന്നു, ഇനി പ്രതികാരം ചെയ്യുമ്പോൾ ഇവരോടുകൂടെ ഞാനും നശിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. ആ ശാപം അവൻ്റെ മേൽ തന്നെ വരുവാനിടയായി തീർന്നതും കൊണ്ട് നമ്മുടെയും നമ്മുടെ മക്കളുടെയും പേരിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ശാപങ്ങൾ ഉണ്ടാക്കി വയ്ക്കരുത്. അനാവശ്യമായ ശാപവും വെറുതെ പറയുന്ന വാക്കുകളൊന്നും ഫലപ്പെട്ടു പോവുകയില്ല. എങ്കിലും ചില സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന ശാപം അത് ഫലിക്കുക തന്നെ ചെയ്യുന്നു. അന്ന് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും ഇവൻ്റെ രക്തപ്പഴി വരട്ടെ എന്ന് പറഞ്ഞ ജനം ഇപ്പോൾ വിളിക്കുന്നത് അനാഹട്ട് ഹോസിയ, കർത്താവെ രക്ഷിക്കണമേ, കർത്താവെ രക്ഷിക്കണമേ എന്ന് അവർ നിലവിളിക്കുകയാണ്. ഈ ദുഷ്ടനായ അഡോൾഫ് ഹിറ്റ്ലർ പല ഭാര്യമാരെ സ്വീകരിച്ച് അവരുമായിട്ട് സല്ലാപിച്ച് ഭയങ്കരമായി സന്തോഷിക്കുകയായിരുന്നു. നമ്മൾ കണ്ടു, അമേരിക്ക കണ്ടുപിടിച്ചതോടുകൂടെ യഹൂദന് ഒരല്പ ആശ്വാസം ലഭിച്ചിരുന്നുവെങ്കിലും ജർമ്മനിയിൽ അത് ഉണ്ടായിരുന്നില്ല. യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അവിടെ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ. ഈ ജർമ്മനിയിൽ നിന്ന് ആളുകളെ നാടുകടത്തിയ എന്ന കൂട്ടത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീനെയും അമേരിക്കയിലേക്ക് നാടുകടത്തപ്പെട്ടു. അദ്ദേഹം ബൈബിൾ വായിക്കുമ്പോൾ ഒരു വേദഭാഗം കണ്ടു, 2 പത്രോസിൻ്റെ ലേഖനത്തിൽ ആറ്റം കത്തിയഴിയും. എന്നാൽ ആറ്റത്തെക്കുറിച്ച് നിഘണ്ടുവിൽ പറയുന്നത് ആറ്റം വിഘടിക്കുകയില്ല എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിനെ പഠിപ്പിച്ചത് ആറ്റം വിഘടിക്കും, മൂലപദാർത്ഥങ്ങൾ കത്തി ഒഴിയും, ഭൂമി ചാമ്പലായി മാറും. ആ വചനം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ
അൻഷിൻ്റെയും എൻട്രിക്കോ ഫെമിനി എന്ന് പറയുന്ന മറ്റൊരു പ്രൊഫസറുടെയും നിരീക്ഷണത്തിൽപ്പെട്ടു. അവരാറ്റം വിഘടിക്കുന്നത് കാണുവാനായിട്ട് ആഗ്രഹിച്ചു. പല പരീക്ഷണ നിരീക്ഷണങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അവർ അത് കണ്ടുപിടിച്ചു. ആറ്റം വിഘടിക്കും. ആറ്റം വിഘടിച്ചാൽ ഭയങ്കരമായ വിസ്ഫോടനം ഉണ്ടാകും, നാശനഷ്ടം അവർണ്ണനീയമായിരിക്കും എന്ന് ചിന്തിക്കുക മാത്രമല്ല, അവരത് കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ നാസി പടയുടെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു ജപ്പാൻ. ജപ്പാൻ രണ്ടാം ലോകമഹായുദ്ധത്തിൽ അടിച്ചു മുന്നേറുകയാണ്. എങ്ങനെയും രണ്ടാം ലോകമഹായുദ്ധം അവർ ജയിക്കുമെന്നുള്ളതായ ആ ഘട്ടം വരെ എത്തി. അങ്ങനെ ഗത്യന്തരമില്ലാതെ അമേരിക്കയ്ക്ക് നാഗസാക്കിയിലും ജപ്പാനിലെ നാഗസാക്കിയും ഹിരോഷിമയിലും ആറ്റം ബോംബ് വർഷിപ്പിക്കുവാനിടയായിത്തീർന്നു. അതോടുകൂടെ രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. ഇതിൻ്റെ പരിണിതഫലം എന്ന് പറയുന്നത് ജർമ്മനി വിഭജിക്കപ്പെട്ടു, കൊറിയ വിഭജിക്കപ്പെട്ടു, ജപ്പാൻ നാമാവശേഷമായി. യഹൂദന് സ്വന്തം രാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം കിട്ടി. ഇത്രയും കാര്യങ്ങൾ ഈ രണ്ട് ലോകമഹായുദ്ധങ്ങളിലായി ഉണ്ടായി. എന്തിനാണ് ഈ രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇനിയൊരു മൂന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് സർവനാശമായിരിക്കും, അതിന് ദൈവം അനുവദിക്കുകയില്ലെന്നും ഈ ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ച് തീർന്നതിന് ശേഷം മാത്രമേ ഭൂമിയെ ദൈവം ന്യായം വിധിക്കുകയുള്ളൂ. ഭൂമിയെ ദൈവം ന്യായം വിധിച്ച് തന്നെ ഇതിനെ നശിപ്പിക്കുവാനായിട്ട് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ അത് പറയുന്നു, ഈ ഭൂമിയെ കർത്താവ് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അതെ, 20-ാം നൂറ്റാണ്ടിൽ എന്തിനാണ് രണ്ട് ലോകമഹായുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദന് രാജ്യം സ്ഥാപിച്ചു കിട്ടുക. BC നാം ചിന്തിച്ചതുപോലെ 614 നഷ്ടപ്പെട്ട രാജ്യം 2562 വർഷങ്ങൾക്ക് ശേഷം 1948 മെയ് മാസം 14-ാം തീയതി യഹൂദന് സ്വന്തമായിട്ട് പാർക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അതിനുവേണ്ടി ഈ യുദ്ധങ്ങളെല്ലാം നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പോഴും യഹൂദൻ ഇങ്ങനെ അസ്ഥിപഞ്ജരമായിട്ട്, അതായത് തീച്ചൂളയിൽ വെന്ത് ഉരുകുന്ന ഒരു സമൂഹമായിട്ട് അവിടെ നിലനിൽക്കുകയായിരുന്നു. ഇതുവരെയും അവർക്ക് സ്വന്തമായിട്ടൊരു നാടില്ല. ഇവർക്ക് സ്വന്തമായിട്ടുള്ള നാട് എന്ന് പറയുന്നത് ദശാബ്ദങ്ങൾക്ക് മുൻപേ അവർക്ക് കിട്ടിയതാണ്. അത് അബ്രഹാം വഴിയാണ് അവർക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അപ്പോൾ 1947 നവംബർ മാസം 27-ാം തീയതി UN രക്ഷാസമിതി കൂടുമ്പോൾ യഹൂദന്മാർ ദൈവത്തെ നോക്കി നിലവിളിച്ചു. പക്ഷെ അറബികൾക്ക് ഉറപ്പായിരുന്നു അവരുടെ രാജ്യം, ഈ ഇസ്രായേൽ രാജ്യം നിലവിൽ വരികയില്ല, അവരുടെ രാജ്യം അവർക്ക് തന്നെ ലഭിക്കും എന്നുള്ളതായിരുന്നു അവരുടേതായ ചിന്ത. അന്ന്
UN രക്ഷാസമിതിയിൽ 56 അംഗരാജ്യങ്ങൾ പങ്കെടുത്തു. 10 രാജ്യങ്ങൾ വോട്ടിൽ നിന്ന് വിട്ടുനിന്നു. വോട്ടെടുപ്പ് സമയമായി ഗ്യാലറിയിൽ നിന്ന് ഒരു ശബ്ദം, അനാഹട്കോസിയ എന്നൊരു വിലാപത്തിൻ്റെ ശബ്ദം അവിടെ എല്ലാം മുഴങ്ങിക്കേട്ടു UN രക്ഷാസമിതിയിൽ. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 13-നെതിരെ 33 വോട്ടുകൾ നേടി ഇസ്രായേൽ രാജ്യം നിലവിൽ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ 3-2 ഭൂരിപക്ഷം ഭൂരിപക്ഷത്തോടുകൂടെ ഇസ്രായേൽ രാജ്യം നിലവിൽ വന്നു. അസാധ്യമായി കരുതിയിരുന്നത് സാധ്യമായി. ഇസ്രായേലിന് ആനന്ദ നൃത്തം കൊണ്ട് അവർ ആറാടി. രാജ്യം മുഴുവനും, കനാൻ നാടും മുഴുവനും അവർ ആഘോഷം ആയി. 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായി എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അബ്ദി എന്ന യഹൂദൻ ഒരു വൻ ശക്തിയായി ഉയരുന്നത് പിന്നെ നമ്മൾ കാണുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റി. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 4-ാം വാക്യത്തിൽ, നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിയാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. ഇരമ്യാ പ്രവചനം 16:15, ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. എഹെസ്കേൽ 28:25, ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ അവർ ചിതറി പോകുന്ന ജാതിയുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരും. ആമോസ് 9:14, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും. ഇനിയും അനേക ദൈവവചനത്തിലൂടെ ഇസ്രായേൽ മക്കളെ ദൈവം ഉറപ്പിച്ചിട്ടുണ്ട്. ആ വചനങ്ങളൊക്കെ നിറവേറുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതുപോലെ 40 കോടിയോളം വരുന്ന മുസ്ലിമും 50 ലക്ഷം മാത്രമുള്ള യഹൂദനും മറുവശത്തുമായി പിന്നെയും യുദ്ധം ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇസ്രായേലിന് ഒരുവിധമായ ആയുധങ്ങളോ മറ്റ് ശക്തികളോ ഒന്നുമില്ല. അവര് 4 ചുറ്റും അറബികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന രാജ്യത്തിൻ്റെ നടുവിലാണ് ഇവരുണ്ടായിരുന്നത്. അപ്പോൾ അറബികൾ വിചാരിച്ചു എങ്ങനെയും ഇവരെ എല്ലാം കൊണ്ട് നശിപ്പിക്കാം. അവരുടെ വടക്കും തെക്കും പടിഞ്ഞാറും എല്ലാം അറബി രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ പ്രധാനമന്ത്രിയായ ഡേവിഡ് ബെൻഗൂരിയനും പ്രസിഡന്റായിരുന്ന ജെയിംസ് വൈസ്മാനും സൈന്യാധിപനായ ഒറ്റക്കണ്ണൻ ജനറൽ മൊഷാദയും ഡേവിഡ് സൈത്താനും മറുഭാഗത്ത് ധനമില്ലാതെ യഹൂദന്മാർ സമ്മേളനം ആരംഭിച്ചു. എങ്ങനെയാണ് പണം ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു. ആ സമ്മേളനത്തിൽ വെച്ച് ഒരു സഹോദരി മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ പണം ഉണ്ടാക്കിത്തരാം, സാരമില്ല, നമുക്ക് യുദ്ധം ചെയ്തേ മതിയാവുള്ളൂ. ആ സ്ത്രീയുടെ പേരാണ് പിന്നീട് പ്രധാനമന്ത്രിയായ ഗോൾഡ മേർ എന്ന് പറയുന്ന സഹോദരി. അവർ പറഞ്ഞു, ഞാൻ പൈസ ആവശ്യത്തിന് ഉണ്ടാക്കിത്തരാം.
അപ്പോൾ അവർ $5 ലക്ഷം ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയിലും മറ്റുമൊക്കെ ഒരു പര്യടനം നടത്തി. ഒരു മാസം കൊണ്ട് അവരോട് രാജ്യത്തോട് പറഞ്ഞു, യഹൂദന്മാരെല്ലാം നശിക്കുവാൻ പോകുന്നു, ഒന്നുകിൽ നമ്മൾ ഒരുമിച്ച് നശിക്കുക, അല്ലെങ്കിൽ പൊരുതി ജയിക്കുക എന്ന് അവരെ ഉത്ബോധിപ്പിച്ചു. ഇത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് 5 രാജ്യങ്ങൾ അറബികൾ ചേർന്ന് പ്രഖ്യാപിച്ചു, ഇനി ഇസ്രായേൽ എന്നൊരു രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ടാകുവാനായിട്ട് പാടില്ല. പല പ്രാവശ്യം അവരങ്ങനെ പറയുവാനിടയായി. അത് ആദ്യ പ്രാവശ്യം ഈ 5 രാജ്യങ്ങളിലെ പ്രഭുക്കന്മാർ ചേർന്ന് പറഞ്ഞു, ഇനി ഒരു രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ടാകുവാൻ പാടില്ല, ഇസ്രായേൽ രാജ്യം ഉണ്ടാകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരൊരു കൈറോയിൽ ഒരു യോഗം കൂടി 5 രാജ്യക്കാർ അതിൽ ഒപ്പിട്ടു. 1956 വീണ്ടും യുദ്ധം